വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലപ്പുറം പൊന്നാനിയിലും താനൂരിലും കടലാക്രമണത്തിൽ വീടുകളും റോഡുകളും തകർന്നു. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കക്കയം ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലുമാണ് മഴക്കെടുതി കൂടുതൽ. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ കടലാക്രമണത്തിൽ 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. താനൂർ, എടക്കപ്പുറം, അഞ്ചുടി, ഒസാൻ കടപ്പുറം ഭാഗങ്ങളിലും കടലാക്രമണമുണ്ടായി. റോഡുകൾ കടലെടുത്തു. കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലേർട്ടാണ്. ഡാമിന്റെ 2 ഷട്ടറുകൾ അരയടി ഉയർത്തി. പരിസരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊയിലാണ്ടി, കുറ്റിനിലം പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മാറാട് ഗോദീശ്വരത്ത് കടൽ കയറി റോഡ് തകർന്നു. കുറ്റ്യാടി മേഖലയിൽ മരം കടപുഴകി വീണും പോസ്റ്റുകൾ മറിഞ്ഞും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി. വിലങ്ങാട് ഉരുട്ടി ഭാഗത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു. നാദാപുരത്ത് 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. താമരശ്ശേരി ചുരത്തിൽ മരം വീണും പാറക്കല്ല് വീണും ഗതാഗത തടസ്സമുണ്ടായി. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ ചന്ദ്രനഗർ സ്വദേശി സരോജിനിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണംകുണ്ട് പാലം നിറഞ്ഞു കവിഞ്ഞു. 55-ാം മൈലിൽ നിന്ന് ഭീമനാട് പോകുന്ന റോഡിൽ വീണ്ടും വിള്ളലുണ്ടായി. 2 ദിവസമായിട്ടും അട്ടപ്പാടിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ല. ശക്തമായ മഴയെ തുടർന്ന് വയനാട് മാനന്തവാടിയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.